CNN ന്യൂസ് 18 സർവേ ഫലത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ BJP സംബന്ധിച്ച് ഈ രണ്ട് കക്ഷികളും, അതായത് അവിടെ BJP ഇല്ലെങ്കിൽ NDA സഖ്യത്തിനെതിരെ മത്സരിക്കുന്ന YSR കോൺഗ്രസും ഇല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലുള്ള TDPയും രണ്ട് പാർട്ടിയും ഒരുപോലെ കണ്ട് മുൻപോട്ട് പോകുന്നൊരു പാർട്ടിയാണ് BJP. കാരണം കഴിഞ്ഞ 5 വർഷം രാജ്യസഭയിലടക്കം ഈ YSR കോൺഗ്രസിന്, ജഗൻമോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ് BJP പല ബില്ലുകളും പാസ്സാക്കി എടുത്തിരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ നിയമസഭയിലും ലോക്സഭയിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ YSR കോൺഗ്രസ് ഒരു ഭാഗത്തും മറുഭാഗത്ത് BJP TDP പവൻ കല്യാണിൻ്റെ ജനസേന അടങ്ങുന്ന NDA മറുഭാഗത്തുമായി നിൽക്കുന്നു. ഇവിടെയാണ് ഒരു സർവേ പുറത്തു വരുന്നത്, സർവേ ഫലം പുറത്തു വരുന്നത്. CNN ന്യൂസ് 18 സർവേ ഫലം പുറത്തു വരുമ്പോൾ NDA സഖ്യം 25 ലോക്സഭാ സീറ്റാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. അതിൽ 18 NDA സഖ്യം നേടുമെന്നാണ് പറയുന്നത്. ബാക്കി ഉള്ള 7 സീറ്റുകൾ മാത്രമേ YSR കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ എന്ന് പറയും. അതിനൊരു മറ്റൊരു കാരണമായി അവർ പറയുന്നത് ഈ TDP വളരെ ശക്തമായി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവിൻ്റെ ജയിൽവാസമൊക്കെ ചന്ദ്രബാബു നായിഡുവിന് ഇമേജ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്, ഒരു ജനപിന്തുണ കൂട്ടിക്കൊടുത്തിട്ടുണ്ടെന്നാണ് ഈ സർവേ പറയുന്നത്. ഒപ്പം തന്നെ ഈ YS ഷർമിള, അതായത് ഈ ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ഷർമിളയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷ. അവർ നടത്തുന്ന ശ്രമങ്ങൾ, ഇല്ലെങ്കിൽ അവർ നടത്തുന്ന ഇപ്പോഴത്തെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുന്നുണ്ട്. കോൺഗ്രസിന് സീറ്റൊന്നും ലഭിക്കില്ല എങ്കിൽ പോലും 18% വോട്ട് കോൺഗ്രസ് ഈ ആന്ധ്രാപ്രദേശിൽ നേടും. ഈ 18% വോട്ടും ഈ ചന്ദ്രബാബു നായിഡു അനുകൂലമായിട്ടൊരു തരംഗവും നരേന്ദ്രമോദി മൂന്നാമതെത്തും എന്നുള്ള ഒരു വലിയ ആവേശവും ഒക്കെയാണ് BJP ഇല്ലെങ്കിൽ NDAയുടെ സീറ്റ് 18ലേക്ക് ഉയർത്തുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വട്ടപൂജ്യമായിരുന്നു. അവിടെ നിന്നാണ് ഈ 18 സീറ്റിലേക്ക് NDA മാറുന്നു, 7 സീറ്റിലേക്ക് YSR കോൺഗ്രസ് മാറുന്നു. കാരണം YSR കോൺഗ്രസിന് വലിയ അപ്രമാദിത്യമുണ്ട് എന്ന് എല്ലാ സർവേകളും ഇതുവരെ പറഞ്ഞെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടൊരു സർവേയാണ് പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.